2011 ജർമ്മൻ ലാംഗ്വേജ് ഒരു ട്രെൻഡേ അല്ല. ഈ കഴിഞ്ഞ ഒരു 8 വർഷം 9 വർഷത്തിലാണ് ഇത് ട്രെൻഡ് ലൈനിലേക്കാണ് പോലും എത്തുന്നത്. ട്രെൻഡ് വന്നപ്പോഴത്തേനും പഠിക്കുന്ന മെത്തേഡ് മാറി. പണ്ട് ആൾക്കാർ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിക്കുന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ്. എന്തൊക്കെ പരിപാടികളാണ്, എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. കോഡ് പഠിത്തം, എന്തോ സ്റ്റോറി പോലെ കോഡ് പഠിച്ചു വെച്ചിട്ട് എക്സാം എഴുതാൻ പോകുന്നു. ആലോചിച്ചിട്ട് പോലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ പാസ്സാവാൻ പറ്റുമെന്നൊക്കെയുള്ളത്. അതായത് എക്സാം ജസ്റ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഇവരാരും ആ ഒരു ജർമ്മനി ചെന്ന് സർവൈവ് ചെയ്യണം, ഈ ലാംഗ്വേജ് കൊണ്ടേ രക്ഷയുള്ളൂ, ലാംഗ്വേജ് ഉണ്ടെങ്കിലേ കമ്മ്യൂണിക്കേഷൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു ചിന്തയിലല്ല പഠിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിഷമം നിറഞ്ഞൊരു കാര്യമാണ് അത്. ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ജർമ്മൻസുമായിട്ട് ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പം അവരും പറയുന്നൊരു പ്രധാന ഒരു കൺസേൺ ഇത് തന്നെയാണ്. ഈ ലേണിംഗ് മെത്തേഡിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം. അതായത് ആത്മാർത്ഥമായിട്ട് ലാംഗ്വേജ് പഠിച്ച് എന്നുവെച്ചാൽ ലേണിംഗ് ആസ് സച്ച് ഒരു ബോറിംഗ് പരിപാടിയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ? സത്യമാണ്. പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേനും ടൈം കൺസംഷൻ ഒരുപാട് വേണ്ടുന്ന ഒരു ഫാക്ടറാണ്.